Good evening, everybody. I am Samyukta Vimal. I am presently studying as a D&D student at Bar Gregorian College of Law. A warm welcome to all present here. We have our family members and friends present here. Thank you for making this journey a great success. Let's enjoy an evening. അനൗപചാരികമായ ഒരു ഗെറ്റ് ടുഗദർ ആയിട്ട് ഫാമിലി ഗെറ്റ് ടുഗദർ ആയിട്ടാണ് ഞങ്ങളിത് ഈ പ്രോഗ്രാം കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 1.5 വർഷത്തോളമായി ഈ സോളാർ എന്ന് പറയുന്ന ആത്മകല എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് തന്നെ ദൈവം നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചു, എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. എല്ലാ ജീവജാലങ്ങൾക്കും ഈ പ്രകൃതിയിലും ഈ പ്രപഞ്ചത്തിലും ഒരു പ്രസക്തിയുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തിനും, ഒരു പുല്ലിനും ഒരു പുഴുവിനും ഒരു പാറ്റയ്ക്കും ഒരു ചിത്രശലഭത്തിനും ഒരു കഴുകനും പരസ്പര പൂരകങ്ങളായിട്ടുള്ള ഒരു പ്രസക്തിയോടുകൂടിയാണ് ജീവിതം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ചിലതിനെ ഭക്ഷിക്കുന്നുണ്ടാവും, ചിലതിനെ കൊല്ലുന്നുണ്ടാവും. അതൊക്കെ ഒരു ബാലൻസിങ് ആയിട്ടാണ് ശാസ്ത്രം പോലും പറയുന്നത്. അപ്പം എല്ലാവർക്കും ഒരു അവതാര ഉദ്ദേശം, സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അവതാര ഉദ്ദേശം എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും. അപ്പോൾ ആരും മാറ്റി നിർത്തപ്പെടാനോ ഒഴിച്ചു നിർത്തപ്പെടാനോ ആരെയും അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല. അതാണ് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു നിയമം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താണ് നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും? അവരാരുമായിക്കൊള്ളട്ടെ, പ്രതിഭാശാലികളുണ്ടാവാം, പ്രതിഭാശാലികളല്ലാത്തവരുണ്ടാവാം, ഒരുപാട് വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും ഒരു പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു മന്ത്രിയല്ല. കഴിഞ്ഞ ഞങ്ങളുടെ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം മന്ത്രിയായിരുന്നു, വലിയ സെലിബ്രിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ട മന്ത്രിയല്ല, മന്ത്രിയെക്കാളൊക്കെ വലിയ 2 പേരെ കൊണ്ടുവേണം ഉദ്ഘാടനം ചെയ്യിക്കാൻ എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ആ 2 പേര് ഇവിടെയുണ്ട്, കൂട്ടത്തിൽ അവരുടെ സപ്പോർട്ട്. കൈകൊണ്ട് ഈ തിരി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൈകൊണ്ട് തിരുത്താൻ അമ്മ പറഞ്ഞു. നമ്മൾ കൈകൊണ്ട് തിരുത്തേണ്ട ഒരു മനസ്സുകൊണ്ട് കൊടുത്താൽ മതി. കൈകൊണ്ട് കൊടുത്തൊരു ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമാണ്. മനസ്സിലാണ് തിരി തെളിയേണ്ടത്, അല്ലേ? ശരിയല്ലേ? ആ മനസ്സിലെ തിരി, ആ ചിരിയിൽ നിന്ന് അവരുടെ ചിരി കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ തിരി തെളിഞ്ഞു കഴിയും. പിന്നെ ആ കുട്ടി, അവരുടെ ചേച്ചി കുട്ടി, അവർക്ക് വേണ്ടിയിട്ട് എത്തിയിട്ട് അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ആരംഭിക്കുക. അപ്പം നമ്മള് ഇതൊരു യാത്രയാണ്. യാത്രയുടെ തുടക്കം ഇവിടുന്ന് ആരംഭിക്കുകയാണ്, ഈ വീട്ടിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഇത് ഞങ്ങൾ സോളാർട്ടിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടൊരു ഈവനിങ് ആണ്, ഏറ്റവും സ്നേഹനിർഭരമായ, ഏറ്റവും മനോഹരമായ ഒരു ഈവനിങ് ആണെന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്, ചുമ്മാ ഭംഗിവാക്കി പറയുന്നല്ല. ഞാൻ ഒരിക്കലും ഇത്രയും പേരെ ഇവിടെ ഒരിക്കലും പ്രവേശിച്ചില്ല. നിങ്ങളെല്ലാവരും ഇവിടെ വരുന്നു, ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു. ഇതിൽ പല ഒരു ഭാഗ്യം വേറെ ഒന്നും ഇല്ല. പ്രശസ്തയായിട്ടുള്ള കലാകാരിയാണ്. ഇഷ്ടംപോലെ സിനിമകളിൽ അഭിനയിച്ചു, സീരിയലുകൾ അഭിനയിച്ചു. വളരെ സെൻസർ ബോർഡ് മെമ്പറാണ്. ആത്മ എന്ന് പറയുന്ന കലാകാരന്മാരുടെ സംഘടനയുടെ ഔദ്യോഗിക ഭാരവാഹിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ തന്നെ അവർ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ച് ശക്തയായി തീർന്ന ആ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ ഇവിടുത്തെ ഇപ്പോഴുള്ള ഈ ഞങ്ങളുടെ ക്ഷണിച്ച് സ്വീകരിച്ച് വന്നതിന് വലിയ പ്രസക്തിയുണ്ട്. അവരുടെ ഈ പ്രസൻസിന് അവരെ ഞാൻ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം. ഔപചാരികമായി ഞങ്ങളുടെ ചെയർമാനെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. രമേശ് നാരായൺ, പണ്ഡിറ്റ് രമേശ് നാരായൺ എന്ന് പറയുന്നത് ഒരു ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ട വളരെ പ്രശസ്തനായ ഒരു സംഗീതജ്ഞനും അദ്ദേഹമാണ് നമ്മുടെ ചെയർമാൻ. അത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമാണ്. അങ്ങനെ ഒരാൾ, അദ്ദേഹം മറ്റു ഒരു സംഘടനകളിലും പോകാത്ത ഒരാളാണ്. നമ്മുടേത് മാത്രം വന്ന് ഇതിൻ്റെ ഫിലോസഫി ശരിയായ രീതിയിൽ കൺസീവ് ചെയ്ത് നമ്മളോടൊപ്പം നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നത്. അടുത്ത നമ്മുടെ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകള് മധുശ്രീയാണ്. മധുശ്രീയെ എനിക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. സംസ്ഥാന ഗായിക സിനിമാ ഗാനത്തിനുള്ള സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള പ്രശസ്തയായ ഗായികയാണ്. ലോകം മുഴുവൻ പ്രോഗ്രാംസ്
ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗായികയാണ്. അതിപ്രശസ്തിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന മിടുക്കിയായിട്ടുള്ള ഒരു കലാകാരിയാണ്. നമുക്ക് അഭിമാനിക്കുന്ന കലാകാരിയാണ് മനുഷ്യ. പിന്നെ നമുക്ക് ഞങ്ങളുടെ വൈസ് ചെയർമാൻ നമ്മുടെ മലയാള ഗാന സാഹിത്യത്തെ, മലയാള കവിതയെ ഒക്കെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും സത്യസന്ധമായ രീതിയിൽ ജനങ്ങളിലേക്ക് സന്നിവേശിക്കുകയും ചെയ്യാൻ കഴിയുള്ള ശക്തമായ ഒരു കൂടിയുള്ള ഒരാളാണ് നമ്മുടെ വൈസ് ചെയർമാൻ ടി പി ശാസ്ത്രമേള. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. സാഹിത്യ വിദ്യാർത്ഥികൾക്ക്, ഗായകന്മാർക്ക്, ഗാനരചയിതാക്കൾക്ക്, സംഗീതജ്ഞർക്കൊക്കെ വളരെ സുപരിചിതമായ ഒരാളാണ് അദ്ദേഹം. ഇങ്ങനെയുള്ളതെല്ലാം ഞങ്ങളുടെ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ്. മിസ്റ്റർ ജെ കെ പറശ്ശിനി, പഞ്ചു പ്രവീൺകുമാർ, മോഹൻ ഉത്രാടൻ, ബിജു പുൽപ്പാറ, കവി, അങ്ങനെ ഇവരെല്ലാവരും, പിന്നെ രേഷ്മ അതിന് സ്വാധീനിക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഒരു കുടുംബ കൂട്ടായ്മ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത് തെളിയട്ടെ, ഇവിടെ ഒരു നല്ല തുടക്കമാകട്ടെ. നിങ്ങളെല്ലാവരും സോൾ ആഫ്റ്റർ ആത്മകലയിലേക്ക് വന്നു ചേരണം ഒരു വിനയപൂർവ്വമുള്ള അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുറ്റുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു നിമിത്തമായിട്ട് കരുതുന്ന ഒരാളാണ്. നമ്മൾ ഒന്നും തീരുമാനിക്കാതെ എല്ലാം സംഭവിക്കുന്നു. ഒന്നും പ്രീ പ്ലാൻഡ് അല്ലല്ലോ ജീവിതത്തിൽ. സോൾ ആർട്ട് എന്നൊരു സംഘടനയുടെ രൂപം നൽകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ വരുന്നതും പിന്നെ അതിൻ്റെ പ്രവർത്തനം അതാണ് ഇപ്പോഴേ ബാലാജി വിശദീകരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സോൾ ആർട്ടിനെ ഇന്നത്തെ ദിവസം നമ്മൾ ആഗ്രഹിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയാണ് അത്. ഈ സോൾ ടു സോൾ എന്ന പ്രൊജക്റ്റിൻ്റെ ഇനോഗ്രൽ ഫംഗ്ഷൻ 2-3 മാസമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇത് ഏത് രീതിയിൽ എവിടെ വെച്ച് ലോഞ്ച് ചെയ്യുക, ആർക്കും ഒരു ധാരണ. അതാണ് ഞാൻ പറഞ്ഞത്, നിമിത്തം ഒരു കാര്യമുണ്ടില്ല, ആർക്കും ഒരു ധാരണയില്ല. അപ്പോഴാണ് രേഷ്മാജി പറയുന്നത് ഇങ്ങനെ ഒരു, അത് നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ സോൾ ടു സോൾ, ആത്മാവിൽ നിന്നുള്ള ഒരു ആത്മാവിനെ ആത്മാസോ പരമാത്മ എന്ന് പറയും, സംഗീതത്തിൽ പറയുന്നതാണ്. ഇത് ആത്മാവിൽ നിന്ന് മറ്റുള്ള ഒരു ആത്മാവിനെ കാണുക, കണ്ടെത്തുക എന്ന ഒരു കാര്യമാണ് ഇന്നിവിടെ സംഗീതം. അവർ ഒരിക്കലും വിചാരിക്കുക, ഒരിക്കലും നമ്മളൊന്നും കരുതാത്തൊരു സംഭവമാണ് ഇന്ന് ഈ മക്കളിലൂടെ ഇവിടെ സോൾ ടു സോളിൻ്റെ ധാരണ നടക്കുന്നത്. എല്ലാവരുടെയും മനസ്സും ആത്മാവും സോൾക്കും, അതായത് സോളാറിൻ്റെ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നു. നേരെ പ്രത്യേകിച്ച് എല്ലാവരും പാർട്ടിട്ടുണ്ട്. ആത്മകല എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ ഒരു വിഭാഗമാണ് ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് എന്ന അർത്ഥത്തിൽ സോൾ ടു സോൾ എന്ന് ഞങ്ങൾ പേരിട്ടിരിക്കുന്ന ഈ സംരംഭം. അന്ന് അത് അദ്ദേഹം പറഞ്ഞതുപോലെ തികച്ചും യാദൃച്ഛികമായി ഇന്ന് ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങൾക്ക് എവിടെയാണ് എന്താണ് എന്നൊരു ലക്ഷ്യമില്ലായിരുന്നു. അത് പെട്ടെന്നാണ് ഇവിടെ എത്തിക്കാൻ സാധിച്ചത്. അതിന് തീർച്ചയായിട്ടും ഈ വീട്ടുകാരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മാത്രമല്ല പാടാനും പാട്ടുകാരെ കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് വേറെയും ചില ആൾക്കാർ നമ്മുടെ ഈ സോളാട്ടിനോട് അടുപ്പമുള്ളവർ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരുടെയും ഇവിടെ വന്ന എല്ലാവരുടെയും പിന്തുണ സോളാട്ടിന് വേണം. എല്ലാവരും നമ്മളോട് സഹകരിക്കണം എന്നുള്ള വലിയ അപേക്ഷയോടെ ഇന്നിവിടെ നമ്മളെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ച പിന്നെ രേഷ്മാജിക്ക് പ്രത്യേകം നന്ദി പറയണം. കാരണം രേഷ്മാജി ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുക പോലുമില്ലായിരുന്നു. തീർച്ചയായിട്ടും രേഷ്മാജിയോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാർത്ത സംതൃപ്ത ഈ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കും. അതൊക്കെ വളരെ സന്തോഷപൂർവ്വം നമുക്ക് സാക്ഷികളാവാം. എല്ലാവരെയും ഇതിനു വേണ്ടി സ്വാഗതം ചെയ്യും.
എല്ലാവർക്കും നന്ദി. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് സഞ്ചരിക്കാമെന്ന് പറയുന്നത് അത്ര എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ കോടിക്കണക്കിന് മനുഷ്യരെ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിൽ എത്ര പേര് ഒരാത്മാവിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലല്ലാതെ രക്തബന്ധത്തിലല്ലാതെ മറ്റൊരാത്മാവിലേക്ക് സഞ്ചരിക്കാൻ മനസ്സ് കാണിക്കുന്നു, സമയം കണ്ടെത്തുന്നു? അതൊരു വലിയ കാര്യം. അതിനൊരു പ്രസ്ഥാനം ഉണ്ടാവുക, അതിൽ കുറേ മനുഷ്യർ പ്രായഭേദമന്യേ എല്ലാവരും വന്ന് ഒരുമിച്ച് ചേർന്ന് നിൽക്കുക, പ്രത്യേകിച്ച് നിബന്ധനകളും അജണ്ടകളും ഒന്നുമില്ലാതെ സാമ്പത്തിക ലാഭങ്ങളൊന്നും നോക്കാതെ ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കാമെന്ന് പറയുന്നതൊക്കെ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ്. അപ്പം അത് ഇത്രയും നല്ല ഞാൻ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിൽ തട്ടുന്ന ചില വേദികളെ ഉണ്ടാകാം. സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വളരെ എഴുതി വെച്ച് സംസാരിക്കുന്നുണ്ടാകും, വളരെ ഇങ്ങനെ ക്രോഡീകരിച്ച് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാനങ്ങനെ ഒന്നും മനസ്സിൽ അങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്ത് വന്നതൊന്നല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് സഞ്ചരിക്കുക എന്നുള്ള ഒരു അത് ആ ടൈറ്റിലിൽ മാത്രമല്ല, അത് ശരിക്കും അന്വർത്ഥമാക്കുന്ന വിധമാണ് ഇവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ മുഖത്തും ഞാൻ നോക്കുമ്പോൾ പല വേദികളിലും ചിലർ നിർബന്ധിതമായി വരാറുണ്ട്, വന്ന് ഒഫീഷ്യലായിട്ട് വന്നിരിക്കാറുണ്ട്, ചിലർ ഉറക്കം തൂങ്ങാറുണ്ട്, ചിലർ പരസ്പരം സംസാരിക്കാറുണ്ട്. പക്ഷെ ആളുകൾ ചുരുങ്ങിയത് കൊണ്ടാണോ അല്ലെങ്കിൽ ആത്മാർത്ഥത കൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവരുടെ മുഖത്തും ഒരേ വികാരമാണ്. ഞാൻ വന്നപ്പോൾ മുതൽ അതാ നോക്കിയത്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ശരിക്കും ഒരുപാട് വളരട്ടെ. ഇനിയും ഇവിടെയൊക്കെ എന്താ പറയുക, ആത്മാർത്ഥമായി എന്നെയും ക്ഷണിക്കുന്ന രീതിയിൽ വളരെ വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ. അതിൽ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പം എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഈ മക്കൾക്ക് ഈ കുടുംബത്തിന് ഇങ്ങനൊരു സംവിധാനം എനിക്ക് രേഷ്മ ചേച്ചി വഴിയാണ് ഇത് ഇവിടെ ഇങ്ങനൊരു സംവിധാനം. രേഷ്മ ചേച്ചി പ്രത്യേകിച്ച് നന്ദി. കുടുംബത്തിലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിട്ട് എല്ലാ നന്മകളും നൽകട്ടെ. നിങ്ങളെല്ലാവരും ഇനി ഒരുപാട് ആളുകളുമായി വന്നിട്ട് ഈ പ്രസ്ഥാനത്തിനെ വളർത്തി ഒരുപാട് മനുഷ്യരെ ഒരുപാട് സന്തോഷവും ഒരുപാട് ഹാപ്പിനെസ് തരുന്ന ഒരു വേദിയാണിത്. ഇത്രയും ക്ലോസ് ആയിട്ട് നമ്മളെല്ലാവരും ഇവിടെ കൂടിച്ചേർന്ന് സോൾ ടു സോൾ എന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇവിടെ ഇപ്പോൾ തുടക്കം കുറിച്ചത്. അപ്പോൾ ഞങ്ങളുടെ സംഘടന എന്ന് പറയുമ്പോൾ കലാകാരന്മാരെയും എഴുത്തുകാരെയും പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ആ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഇതുപോലുള്ള കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും കണ്ടെത്തി അവരുടെ മുമ്പിൽ പോയി പാട്ടും മറ്റു കാര്യങ്ങളും പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുക. ആ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് സോളാട്ട് മാറാൻ പോവുകയാണ്. അതാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടത്. അപ്പോൾ അതിനുള്ള ആദ്യ നിമിഷമാണ് അരവിന്ദും അഭിജിത്തും. തീർച്ചയായിട്ടും ആ അമ്മയോടും നമ്മുടെ ഭീമനോടും അമ്മയോടും സഹോദര സംതൃപ്തിയുടെ ഒക്കെ ഞങ്ങൾ വളരെ കടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഇവരെ പഠിപ്പിക്കുന്ന അധ്യാപിക പേരെന്താ സുചിത്ര. ആ അധ്യാപിക സുചിത്ര എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇവർ അമ്മയും അച്ഛനും ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്ന കുട്ടികൾക്ക് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുക, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക, മറ്റൊരു അമ്മയായി മാറുക ഒരു വലിയ ഘടകമാണ്. നമുക്ക് കിട്ടാത്തൊരു കാര്യം. നമുക്ക് ആ അമ്മ എന്താണോ ചെയ്യുന്നത് അതുപോലെ അത് സുചിത്രം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ പ്രവർത്തനം ഇവിടെ വളരെ ഭംഗിയായിട്ട് നടത്തുവാനാണ് ഞങ്ങൾ സഹായിച്ച അഭിജിത്തിൻ്റെയും അരവിന്ദിൻ്റെയും മാതാപിതാക്കളെയും സഹോദര സംതൃപ്തിയും ടീച്ചർ സുചിത്രയും ആദ്യമായി ഞങ്ങൾ നന്ദി പറയുകയാണ്. അവരുടെ നന്ദിയാണ് ആദ്യം പറയുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രവർത്തകരാണ് നമ്മുടെ ചെയർമാൻ രമേശ് നാരായൺജി, മധുശ്രീ, ഞങ്ങളുടെ ഓർഗനൈസേഷൻ നമ്മുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി മാതാകുട്ടി സാർ ഉമാനായ, പിന്നെ ഞങ്ങളുടെ ട്രഷററുണ്ട് ഇവിടെ മൂന്നുത്രാടം, പിന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജു പുലിപ്പാറയുണ്ട്, മഞ്ജു പ്രവീണുണ്ട്, മനോജുണ്ട്, പിന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അരുമയുണ്ട്. അങ്ങനെ നിരവധി പേരുണ്ട്. അവർക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറേ നല്ല മനുഷ്യർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം സോളാട്ടിൻ്റെ പേരിലുള്ള നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയും
ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. അവർ പറയുന്ന മനസ്സിലാണോ? മലരമ്പൻ വളർത്തുന്ന മന്ദാരവനിതയിൽ മധുമാസം വിരിച്ച മലരാണോ? മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതകമാണിക്ക് മണിയാണോ? അനുരാഗാനം പോലെ അഴകിൻ്റെ അലപോലെ Bye.
എന്റെ ഹൃദയം സവിധത്തിലെന്നുടെ തോഴനായി വന്നെത്തി കഥനമെല്ലാം തീർത്തുമാഞ്ഞു
അരയിലെ കിങ്ങിണി സമ്മാനമായി നൽകി ഒന്നും പറയാതിരുന്നത് നന്നോ കണ്ണ നീ എനിക്കറിയാതറിഞ്ഞ സുഖം പറയാതിരുന്നത് നന്നോ കണ്ണ നീ എനിക്കറിയാതറിഞ്ഞ സുഖം നീകളിൽ എന്തൊരു ഭാവം സാന്ത്വനം മൊഴികളോ വശ്യം സുഖദം ആനന്ദമിഴിനീരൊഴുകുമ്പു കണ്ണ അഴലുകൾ മിഴിനീരായൊഴുകെ അറിയാതെ പറയാതെ നീ മറഞ്ഞു പറയാതിരുന്നതു നന്നോ കണ്ണ നീ അരികത്തു വന്നിരുന്നോ മനക്കഥകൾ തൻ ചുരുളുകൾ തീരത്തു നിന്നും നടത്തി ഹൃദയത്തിൽ ചേർത്തു പിടിച്ചു മിഴിനീർ തുടച്ചതു നീയോ കണ്ണ ഞാൻ മൊഴിയതു കേട്ടു മയങ്ങി അറിയാതിരുന്നത് നന്നോ കണ്ണ നീ എനിക്കറിയാതെ സുഖം മണിമഞ്ചാടിമാരിയോളേ കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ കാൽത്തള കൊഞ്ചിയ നാളും പോലെ നിലാവിലൊരുങ്ങി ഭയങ്കര കണ്ണേ കണ്ണാടി തിങ്കൾ കണ്ണാടി നോക്കുന്നേരത്ത് നാടോടി കഥയുടെ വന്നാടി പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കുന്നേരത്ത് പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു പെറ്റെഴുന്നേറ്റു വേദിട്ടു കുളിച്ചൊരു പെൺമണിയപ്പോൾ തെളിഞ്ഞു നിന്നു ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു പെറ്റെഴുന്നേറ്റു വേദിട്ടു കുളിച്ചൊരു പെൺമണിയപ്പോൾ തെളിഞ്ഞു നിന്നു ആയമ്മയെ കാണാൻ അക്കരെ ഇക്കരെ ആ വഴി വഴി ആരു വന്നു ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി 1000 കിളി ഒത്തുവന്നു കുഞ്ഞിനു തീറ്റി കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടിയോളെ കൂടെ നടത്തിക്കൊണ്ടേ പുതുർമണിയൊന്നു കൊറിച്ചുകൊണ്ടേ കൈകൾ ഊഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ ചളിവരമ്പത്തൊന്നു വഴുതിക്കൊണ്ടേ ചിലർ മഴവെള്ളച്ചാലുകൾ നീന്തിക്കൊണ്ടേ ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി 1000 കിളി ഒത്തുവന്നു കാക്കച്ചിക്കൊണ്ടൊരു പായാരം ചൊല്ലാൻ കൈകൊട്ടിയാരും വിളിച്ചില്ല കർക്കിടകം വന്നു പോയിട്ടും ബലിയിട്ടൊരു വറ്റും തരായില്ല കുന്തിച്ചു ചാടം കുളക്കോഴി കൊച്ചുവെൺ ഒന്നു പുലമ്പുന്നു നാത്തൂനോട് കുന്തിച്ചു ചാടം കുളക്കോഴി കൊച്ചുവെൺ ഒന്നു ചൊല്ലുന്നു നാത്തൂനോട് കുന്നത്തക്കാവിലെ വേല കാണാൻ ഇന്നലെ പോയി മടങ്ങുമ്പോൾ കണ്ണേറു തട്ടിയൻ കാൽമുടന്തി എണ്ണയിട്ട് നിങ്ങൊഴിഞ്ഞുതായോ കുന്നത്തക്കാവിലെ വേല കാണാൻ ഇന്നലെ പോയി മടങ്ങുമ്പോൾ കണ്ണേറു തട്ടിയൻ കാൽമുടന്തി എണ്ണയിട്ട് നിങ്ങൊഴിഞ്ഞുതായോ ആരെയോ രാഗിക്കൊണ്ടമ്മ ചിത്താറാവും ആവണിപ്പാടത്തു വന്നപ്പോൾ ഇത്തിരി മീനെ പൊടിമീനെയൊക്കെയും കൊറ്റികൾ കൊത്തിപ്പറന്നുപോയി ആരെയോ പ്രാഗിക്കൊണ്ടമ്മ ചിത്താറാവും ആവണിപ്പാടത്തു വന്നപ്പോൾ ഇത്തിരി മീനെ പൊടിമീനെയൊക്കെയും കൊറ്റികൾ കൊത്തിപ്പറന്നുപോയി ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു പെറ്റെഴുന്നേറ്റു ഏതിട്ടു കുളിച്ചൊരു വെൺമണിയപ്പോൾ തെളിഞ്ഞു നിന്നു നന്ദി നമസ്കാരം बरखा बरखा ऋतु
बरखारितु आई ബരക്കാരിതു മഴയുടെ തന്ത്രികൾ മീട്ടി നിന്നാകാശം മഴയുടെ തന്ത്രികൾ മീട്ടി നിന്നാകാശം മധുരമായി പാടി മഴയുടെ തന്ത്രികൾ മീട്ടി നിന്നാകാശം മധുരമായി പാടി നേർക്കെഴും ഗന്ധർവ പ്രണയത്തിൻ സംഗീതം പോലെ പാടി മുകിൽ പാടി കുയിലിൽ കുയിലുകൾ പാടി ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിലവുകളായി പറയും സന്ധ്യകൾ ga 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 ma ga ma ga ni sa parayan maran പരിഭവങ്ങൾ പറയാൻ മറന്നു പരിഭവങ്ങൾ വിരഹ സ്മരണകൾ തിരയായി സ്മരണകൾ തിരയായി പകരും ജലധിയായി ജലധിയായി വിവശനായി പരിഭവങ്ങൾ വിരഹ അലയൂരി ചിരഗണന അലയൂരി ചിരഗണന സാധ്യമേ ഗമേ നിവരും അപാരമേ നിവരും അപാരമേ സുസ്മിതം
പാടിയ പാട്ടിലൊരെണ്ണം കൊണ്ടുപോകരുതേ എൻ മുരളി കൊണ്ടുപോകരുതേ പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോ കൊണ്ടുപോകരുതേ എൻ മുരളി കൊണ്ടുപോകരുതേ പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോ കൊണ്ടുപോകരുതേ എൻ മുരളി കൊണ്ടുപോകരുതേ പാടി പാടി ചുണ്ടുകൾ മോടും പാടിയാടുകൾ പോലെ പാടി പാടി ചുണ്ടുകൾ മോടും പാടിയാടുകൾ പോലെ പാവമില്ല അന്നു കണ്ടകിനാവിലൊരെണ്ണം ചുണ്ടുമോതുമ്പോ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇതാണ് ഇതിന്റെ സാഫല്യം. വളരെ ധന്യമായി നമ്മുടെ മനസ്സിലൊക്കെ നിറഞ്ഞു. ഇതിൽ പരം ഒരു സന്തോഷം, ഒരു എന്താണ് നമുക്ക് എന്ത് കിട്ടിയാലാണ് ഉണ്ടാകുന്നത്? ഒരിക്കലില്ല. അപ്പൊ ഈ യാത്ര ഇവിടുന്ന് ആരംഭിക്കുന്നു. ഇവരാണ് ഈ സോൾ ടു സോളിന്റെ ശരിക്കും ബ്രാൻഡ് അംബാസിഡേഴ്സ്, നമ്മുടെ ഗുരുക്കന്മാർ, ആചാര്യന്മാർ എന്നിവരുടെ വരെ വിശേഷിപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ യാത്ര ആരംഭിക്കാം. എല്ലാവർക്കും വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മടം പിടിക്കും പോലെ തെന്നി നടന്നു പടത്തീരങ്ങളിൽ
ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. കൃഷ്ണമണികൾ മറിയും മിഴികളിൽ പുഷ്പം പുകയും മനസ്സിൻ കയങ്ങളിൽ. മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തിവിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ. അപ്പോഴും രാവണനുള്ളിൽ ഒരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി.